ഹരി ഓം. 80ാമത്തെ സ്തുതി ഋഷിഗണ ഭഗവത് സ്തുതി. ഇത് ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധം 84ാമത്തെ അധ്യായം 16 മുതൽ 26 വരെ ശ്ലോകങ്ങൾ. കൃഷ്ണപത്നിമാർ വിവാഹവിശേഷങ്ങൾ പറഞ്ഞത് കുന്തിയും ഗാന്ധാരിയും ഗോപികളും കേട്ട് അത്ഭുതപ്പെട്ടു. പുരുഷന്മാരും സ്ത്രീകളും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ വ്യാസൻ, ബൃഹസ്പതി, നാരദൻ മുതലായ മുനിമാർ അവിടെ വന്നു ചേർന്നു. രാമനും കൃഷ്ണനും പാണ്ഡവരും എല്ലാം എഴുന്നേറ്റ് മുനിമാരെ വന്ദിച്ചു. അവർക്ക് ആസനം കൊടുത്ത് ധൂപദീപങ്ങൾ കൊണ്ട് അർച്ചിച്ചു. ശ്രീകൃഷ്ണൻ അവർക്ക് സ്വാഗതം ആശംസിച്ച് തപസ്വികളായ അവരുടെ ദർശനം മനുഷ്യരായി ജനിച്ചവർക്ക് പാപം നശിപ്പിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞു. മുനിമാർ ഭഗവാനെ സ്തുതിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. സ്തുതികൾ. മുനയ ഊചുഹോ യന്മായയാ തത്വവിദുത്തമാ വയം വിമോഹിതാ വിശ്വസൃജാമധീശ്വരാ യദീശിതവ്യായതി ഗൂഢൈഹയാ അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം അനീഹയേതദ്ബഹുദൈക ആത്മനാ സൃജത്യവത്യത്യനബധ്യതേ യഥാ ഭൗമൈർഹി ഭൂമിർബഹുനാമരൂപിണി അഹോ വിഭൂമ്നശ്ചരിതം വിഡംബനം അഥാപി കാലേ സ്വജനാഭിഗുപ്തയേ ബിഭർഷി സത്വം ഖലനിഗ്രഹായ ച സ്വലീലയാ വേദപഥം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷഃ പരോ ഭവാൻ ബ്രഹ്മതേ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമേ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനിസ്ത്വമാത്മനാ സഭാജയസി സദ്ധാമ തദ്ബ്രഹ്മണ്യാഗ്രണീർഭവാൻ അദ്യനോ ജന്മസാഫല്യം വിദ്യായസ്തപസോ ദൃശ ത്വയാ സംഗമ്യ സദ്ഗത്യാ യദന്തശ്രേയസാം പര നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഠമേതസേ സ്വയോഗമായയാച്ഛന്നമഹിംനേ പരമാത്മനെ നയം വിദന്ത്യമീ ഭൂപ ഏകാരാമശ്ച വൃഷ്ണയ മായാജവനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം യഥാശയാന പുരുഷ ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാഭാതം ന വേദരഹിതം പരം ഏവത്വാ നാമമാത്രേഷു വിഷയേഷു ഇന്ദ്രിയേ ഹയാ മായയാ വിഭ്രമച്ചിത്തോ ന വേദ സ്മൃത്യുപപ്ലവാത് തസ്യാദ്യതേ തദൃശിമാംഗ്രിമമാഘൗഘമർഷ തീർത്ഥാസ്പദം ഹൃദി കൃതം സുവിപക്വയോഗൈ ഉത്സിക്തഭക്ത്യുപഹതാശയ ജീവകോശ ആപുർഭവദ്ഗതിമഥോനുഗൃഹാണ ഭക്താൻ. സ്വകീയമായ യോഗമായയാൽ സ്വമഹിമ മറച്ചുവനും പരമാത്മസ്വരൂപനും അഖണ്ഡജ്ഞാനശക്തിയും സർവേശ്വരനും ഭഗവാൻ കൃഷ്ണനുമായ അങ്ങയ്ക്ക് നമസ്കാരം. തത്വജ്ഞരിൽ വെച്ച് ശ്രേഷ്ഠരും പ്രജാപതിമാർക്കു പോലും സേവ്യരുമായ ഞങ്ങൾ യാതൊരു ഭഗവാന്റെ യോഗമായയാൽ മോഹിതരായി ഭവിക്കുന്നു. ആ ഭഗവാൻ മനുഷ്യനാട്യത്തിൽ ഗൂഢനായി അനീശ്വരനെന്നോണം ലീലയാടുന്നു. ഇത് വിചിത്രം തന്നെ. സദ്ഗതി കൊണ്ട് അങ്ങയോട് ഒന്നിച്ചു ചേർന്ന് ഞങ്ങളുടെ ജന്മത്തിന് സാഫല്യമുണ്ടായി. ഞങ്ങളുടെ വിദ്യക്കും തപസ്സിനും ദൃഷ്ടിക്കും സാഫല്യവുമായി. എന്നാൽ അങ്ങ് സർവശ്രേയസ്സുകളുടെയും പരമമായ അന്തമാകുന്നു. അങ്ങയുടെ സർവപാപഹരമായി പതിതപാവനിയായ ഗംഗയുടെ ഉത്ഭവസ്ഥാനമായും യോഗീശ്വരന്മാരാലും ഹൃദയത്തിൽ വെച്ച് ധ്യാനിക്കപ്പെട്ടതുമായ പാദപത്മത്തെ ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ കൃപാകടാക്ഷത്താൽ കാണുന്നു. അതിനാൽ ഞങ്ങളെ പാദഭക്തരാക്കി അനുഗ്രഹിക്കുക. മുനിമാർ ഇത്രയും പ്രാർത്ഥിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ
വസുദേവർ ചെന്ന് കർമ്മനാശം സംഭവിക്കാൻ എന്ത് കർമ്മം ചെയ്യണം എന്ന് അവരോട് ചോദിച്ചു. മുനികൾ വസുദേവരെ അഭിസംബോധന ചെയ്ത് ഋഷിമാരും രാജാക്കന്മാരും രാമകൃഷ്ണന്മാരും കേട്ടുകൊണ്ടിരിക്കെ പറഞ്ഞു, യജ്ഞങ്ങളാൽ സർവയജ്ഞ ഫലദാതാവായ ഭഗവാനെ ശ്രദ്ധാപൂർവം യജിക്കുക എന്നുള്ളതാണ് കർമ്മം കൊണ്ടുള്ള കർമ്മനാശമെന്ന് മഹാത്മാക്കൾ പറയുന്നു. ഇതുതന്നെയാണ് മനഃശാന്തിക്ക് കാരണവും വിഷമമില്ലാത്ത മോക്ഷ ഉപായവും. ഫലാശ വെടിഞ്ഞിത് ചെയ്യണം. ദേവകളോടും പിതൃക്കളോടുമുള്ള കടം അങ്ങനെ വീട്ടണം. ഈ ഫലം നൽകുവാനാണ് ജഗത്പതി അങ്ങയുടെ പുത്രനായി അവതരിച്ചിരിക്കുന്നത്. മുനിമാരുടെ ഉപദേശം കേട്ട് വസുദേവർ യാഗം നടത്തുവാൻ നിശ്ചയിച്ചു. ആ മുനിമാരെ തന്നെ ഋത്വിക്കുകളായി വരിച്ചു. മുനിമാർ അവിടെ വെച്ച് തന്നെ വസുദേവരെ കൊണ്ട് യജിപ്പിച്ചു. പത്നിമാരൊത്ത് ദീക്ഷയിരുന്ന് യാഗം മുഴുവനാക്കി. അവവ്രത സ്നാനവും കഴിച്ച് മുനിമാർക്ക് ദക്ഷിണയും അനവധി ഗോക്കളെയും നൽകി. യാഗത്തിന് അവിടെ വന്നവർക്കെല്ലാം സമ്മാനം നൽകി അർച്ചിച്ചു. ധൃതരാഷ്ട്രാദികളും പാണ്ഡവരും എല്ലാം കൃഷ്ണന്റെ സമ്മതവും വാങ്ങി നാട്ടിലേക്ക് മടങ്ങി. വസുദേവർ നന്ദഗോപരുടെ കൈപിടിച്ച് അവരുടെ മൈത്രി എന്നെന്നും നിലനിൽക്കണമെന്നാശിച്ച് മുൻപ് ചെയ്ത ഉപകാരങ്ങളെല്ലാം പറഞ്ഞ് കണ്ണീർ വാർത്തു. പിന്നെ വസുദേവർ ശ്രേഷ്ഠങ്ങളായ അനേകം വസ്തുക്കൾ സമ്മാനമായി കൊടുത്ത് നന്ദനെ യാത്രയാക്കി. ഗോപസ്ത്രീകൾ കൃഷ്ണപാദാംജങ്ങളിൽ അർപ്പിച്ച മനസ്സ് വീണ്ടെടുക്കാനാകാതെ മധുരക്ക് പോയി. ബന്ധുക്കളെല്ലാം മടങ്ങിക്കഴിഞ്ഞ് വർഷകാലം സമീപിച്ചിരിക്കുന്നതിനാൽ രാമകൃഷ്ണന്മാരും വൃഷ്ണികളും ദ്വാരകയ്ക്ക് പോയി. ഓം നമോ ഭഗവതേ വാസുദേവായ.